അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. ഇതിനു മുമ്പുള്ള പാഠങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റ് നോക്കുക. അതിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പാഠങ്ങൾ എടുത്തു നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അൽ വഹദത്തുർ റാബിയ, 4ാമത്തെ പാഠം. ഫലൈസ അലൈക്കും ജുനാഹുൻ. അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. യാത്രയ്ക്ക് വാജിബ്, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ, ഹറാം എന്നീ വിധികളെല്ലാം വരാം. ഫർലായ ഹജ്ജിനും ഉംറയ്ക്കും യാത്ര ചെയ്യുന്നത് വാജിബാണ്. സുന്നത്തായ ഹജ്ജിനും ഉംറയ്ക്കും യാത്ര ചെയ്യുന്നതും അറിവ് പഠിക്കാനും മഹാന്മാരെ സിയാറത്ത് ചെയ്യാനും കുടുംബ ബന്ധം പുലർത്താനും ദീൻ പ്രബോധനം ചെയ്യാനും യാത്ര ചെയ്യുന്നതും സുന്നത്താണ്. കച്ചവടത്തിനും ഉല്ലാസത്തിനും യാത്ര ചെയ്യുന്നത് ഹലാലാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കറാഹത്താണ്. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നതും വെള്ളിയാഴ്ച സുബഹിന് ശേഷം ജുമുഅ നഷ്ടമാകുന്ന രീതിയിൽ യാത്ര പോകുന്നതും സ്ത്രീ മഹ്റമില്ലാതെ യാത്ര ചെയ്യുന്നതും ഹറാമായ യാത്രകളുടെ ഉദാഹരണങ്ങളാണ്. യാത്രയ്ക്ക് ധാരാളം അദബുകളുണ്ട്. ഇനി ആ അദബുകളാണ് നമ്മൾ നോക്കുന്നത്. ഇസ്തിഖാറത്ത് ചെയ്യുക, നല്ല കൂട്ടുകാരോടൊപ്പം ആവുക, രാവിലെയാവുക, വ്യാഴാഴ്ചയാവുക, സ്വാലിഹീങ്ങളോട് ദുആ വസിയത്ത് ചെയ്യുക, കുടുംബത്തോട് യാത്ര പറയുക, യാത്ര പറയുമ്പോൾ ദിക്ർ ചൊല്ലുക, യാത്രയിലെ ദിക്റുകൾ ചൊല്ലുക തുടങ്ങിയവ യാത്രയുടെ അദബുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാത്ര പ്രയാസകരമായ ഒരു കാര്യമാണ്. അതിനാൽ നിസ്കാരത്തിലും നോമ്പിലും യാത്രക്കാരന് ചില ഇളവുകളുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. യാത്രയിലുടനീളം ഖസറാക്കിയാണ് നിസ്കരിച്ചത്. ഖസറും ജമുവും അല്ലാഹു തആല അനുവദിച്ച ഇളവുകളാണ്. 132 കിലോമീറ്ററിൽ കുറയാത്ത ദൈർഘ്യവും ശരിയായ ലക്ഷ്യസ്ഥാനവുമുള്ള അനുവദനീയ യാത്രയിൽ ഖസറും ജമുവുമാക്കാം. നാടിന്റെ അതിർത്തി വിട്ടുകടന്നാൽ മാത്രമേ അത് ജായിസാവുകയുള്ളൂ. മതിയായ ദൂരത്തുള്ള ഒരു ലക്ഷ്യസ്ഥാനം ഉദ്ദേശിച്ച് പുറപ്പെട്ട വ്യക്തി ഇടയ്ക്ക് വെച്ച് യാത്ര നിർത്തി മടങ്ങിയാൽ അതുവരെ ജമുവും ഖസറുമായി നിർവഹിച്ച നിസ്കാരം അടക്കേണ്ടതില്ല. അലക്ഷ്യ യാത്രക്കാരന് ജമുവും ഖസറും ജായിസല്ല. എന്നാൽ ഉല്ലാസയാത്രക്കാരന് ഇളവ് ലഭിക്കും. 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ 2 റക്അത്താക്കി നിസ്കരിക്കലാണ് ഖസർ. ഖസറാക്കുന്നതിന് 4 ഷർത്തുകളുണ്ട്. ഇനി ആ ഷർത്തുകളാണ് നോക്കുന്നത്. 1. ഖസറാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 2. പൂർത്തിയാക്കി നിസ്കരിക്കുന്നവരോട് തുടരാതിരിക്കുക. 3. ഈ നിസ്കാരം പൂർത്തിയാക്കണമെന്ന് ഇടയ്ക്ക് ഉദ്ദേശിക്കുകയോ അങ്ങനെ വേണമോ എന്ന് ശങ്കിക്കുകയോ ചെയ്യാതിരിക്കുക. 4. നിസ്കാരം തീരുന്നതുവരെ യാത്ര മുറിയാതിരിക്കുക. നിങ്ങൾ ഈ ഷർത്തുകളൊക്കെ തെറ്റിപ്പോവാതെ പഠിക്കണം. ഓരോന്നിൻ്റെ ഷർത്തുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ആ ഷർത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ പഠിക്കുക. ഒരു സ്ഥലത്ത് 4 ദിവസമോ അതിൽ കൂടുതലോ താമസിക്കുകയോ താമസിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്താൽ അവിടെ എത്തുന്നതോടെ യാത്ര അവസാനിക്കും. സ്വന്തം നാട്ടിൽ എത്തിച്ചേർന്നാലും ഖസറിന്റെ ദൂരം എത്തുന്നതിന് മുമ്പ് മടങ്ങാൻ ഉദ്ദേശിച്ചാലും അതേ വിധിയാണ്. ഖസറാക്കാൻ പറ്റുന്ന യാത്രയിൽ ജമുവും അനുവദനീയമാണ്. ളുഹർ, അസർ എന്നിവയും മഗ്രിബ്, ഇശാ എന്നിവയും പരസ്പരം മുന്നോട്ടും പിന്നോട്ടും ജമുആക്കാം. അസർ മഗ്രിബിലേക്കോ ഇശാ സുബ്ഹിലേക്കോ സുബ്ഹ് ളുഹറിലേക്കോ ജമുആക്കാവുന്നതല്ല. ഇനി താഴെ നമുക്ക് മുന്തിച്ച് ജമുആക്കുന്നതിനുള്ള ഷർത്തുകളാണ് നോക്കുന്നത്. മുന്തിച്ച് ജമുആക്കുന്നതിന് 5 ഷർത്തുകളുണ്ട്. 1. ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ജമുഇന് നിയ്യത്ത് ചെയ്യുക. 2. തർത്തീബായി ചെയ്യുക. 3. തുടരെ ചെയ്യുക. 4. രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്നതുവരെ യാത്രയിലായിരിക്കുക. 5. ഒന്നാമത്തെ നിസ്കാരം സഹീഹാവുക. ഒന്നാമത്തെ നിസ്കാരം ബാത്തിലാണെന്ന് ഉറപ്പായാൽ രണ്ടും മാറ്റി നിർവഹിക്കണം. ഇനി നോക്കൂ, പിന്തിച്ച് ജമാക്കുന്നതിനുള്ള ഷർത്തുകൾ. പിന്തിച്ച് ജമാക്കുന്നതിന് 2 ഷർത്തുകളാണുള്ളത്. 1. ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ജമുഇനെ നിയ്യത്ത് ചെയ്യുക. 2. രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നതുവരെ യാത്രയിലാവുക. ഒന്നാമത്തെ നിസ്കാരത്തിൽ ജമുഇനെ നിയ്യത്ത് ചെയ്യലും തർത്തീബ് പാലിക്കലും തുടരെ ചെയ്യലും
പിന്തിച്ച് ജമ ആക്കുമ്പോൾ സുന്നത്താണ്. അപ്പോൾ ഈ പാഠത്തിൽ കസറ് ജമ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഷർത്തുകൾ പഠിച്ചു. ഇത് നിങ്ങൾ തെറ്റാതെ മാറാതെ നിങ്ങൾ പഠിക്കണം. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നസിൽ ചേരുംപടി ചേർക്കാനുള്ളതാണ്. 1. ഫർളായ ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര. 2. കുടുംബ ബന്ധം പുലർത്താനുള്ള യാത്ര. 3. കച്ചവടത്തിനുള്ള യാത്ര. 4. ഒറ്റയ്ക്കുള്ള യാത്ര. 5. സ്ത്രീ മഹ്റമില്ലാതെ യാത്ര ചെയ്യൽ. ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ വിധികൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. എ ഹലാൽ, ബി കറാഹത്ത്, സി ഹറാം, ഡി വാജിബ്, ഇ സുന്നത്ത്. അപ്പോൾ ഓരോന്നിനും ശരിയായിട്ടുള്ള ഓപ്ഷൻ്റെ ലെറ്ററാണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നോക്കൂ. 1. ഫർളായ ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര. ശരിയായത് ഡി വാജിബ്. 2. കുടുംബ ബന്ധം പുലർത്താനുള്ള യാത്ര. അതിന് ശരിയായത് ഇ സുന്നത്ത്. 3. കച്ചവടത്തിനുള്ള യാത്ര. അതിന് ശരിയായത് എ ഹലാൽ. 4. ഒറ്റയ്ക്കുള്ള യാത്ര. അതിന് ശരിയായത് ബി കറാഹത്ത്. 5. സ്ത്രീ മഹ്റമില്ലാതെ യാത്ര ചെയ്യൽ. അതിന് ശരിയായത് സി ഹറാം. ഡി ഇ എ ബി സി. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. നാടിന്റെ ഡേഷ് വിട്ടുകടന്നാൽ മാത്രമേ ജമവും കസറും ജായിസാവുകയുള്ളൂ. അവിടെ പൂരിപ്പിക്കേണ്ടത് അതിർത്തി. നാടിന്റെ അതിർത്തി വിട്ടുകടന്നാൽ മാത്രമേ ജമവും കസറും ജായിസാവുകയുള്ളൂ. 2. 4 റക്അത്തുള്ള നിസ്കാരം ഡേഷ് നിസ്കരിക്കലാണ് കസർ. അവിടെ പൂരിപ്പിക്കേണ്ടത് 2 റക്അത്താക്കി. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താക്കി നിസ്കരിക്കലാണ് കസർ. 3. പിന്തിച്ച് ജം ആക്കുന്നവൻ ഡേഷ് നിസ്കാര സമയത്ത് ജമുഇനെ കരുതണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഒന്നാമത്തെ. പിന്തിച്ച് ജമാക്കുന്നവൻ ഒന്നാമത്തെ നിസ്കാര സമയത്ത് ജമുഇനെ കരുതണം. 4. ഒരു സ്ഥലത്ത് ഡേഷ് ദിവസമോ അതിൽ കൂടുതലോ താമസിക്കാൻ ഉദ്ദേശിച്ചാൽ യാത്ര അവസാനിക്കും. അവിടെ പൂരിപ്പിക്കേണ്ടത് 4. ഒരു സ്ഥലത്ത് 4 ദിവസമോ അതിൽ കൂടുതലോ താമസിക്കാൻ ഉദ്ദേശിച്ചാൽ യാത്ര അവസാനിക്കും. ഇനി നോക്കൂ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ് ഉത്തരം എഴുതാനുള്ളതാണ്. 1. പരസ്പരം മുന്തിച്ചും പിന്തിച്ചും ജമാക്കാവുന്ന നിസ്കാരങ്ങൾ ഏതെല്ലാം? ഉത്തരം ളുഹർ, അസർ എന്നിവയും മഗ്രിബ്, ഇശാ എന്നിവയും പരസ്പരം മുന്നോട്ടും പിന്നോട്ടും ജമാക്കാം. രണ്ടാമത്തെ ചോദ്യം പിന്തിച്ച് ജമാക്കുന്നതിന് 2 ഷർത്തുകളുണ്ട്. അവ ഏതെല്ലാം? ഉത്തരം 1. ഒന്നാമത്തെ നിസ്കാരത്തിന്റെ സമയത്ത് ജമഇനെ നിയ്യത്ത് ചെയ്യുക. 2. രണ്ടാമത്തെ നിസ്കാരം അവസാനിക്കുന്നത് വരെ യാത്രയിലാവുക. മൂന്നാമത്തെ ചോദ്യം ജമആക്കാൻ പറ്റാത്ത നിസ്കാരങ്ങൾ ഏതെല്ലാം? ഉത്തരം അസർ മഗ്രിബിലേക്കോ ഇശാ സുബ്ഹിലേക്കോ സുബ്ഹ് ളുഹറിലേക്കോ ജമആക്കാവുന്നതല്ല. നാലാമത്തെ ചോദ്യം ജമുവും കസറും ജായിസാകില്ല. ആർക്കെല്ലാം? ഉത്തരം അലക്ഷ്യയാത്രക്കാരന്. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം തഹസീസ് അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. ചാർട്ട് പേപ്പറിൽ താഴെ കൊടുത്തവയുടെ പട്ടിക തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അലിഫ് കസറാക്കുന്നതിന്റെ ഷർത്തുകൾ. ബാ മുന്തിച്ച് ജമാക്കുന്നതിന്റെ ഷർത്തുകൾ. അപ്പൊ നമുക്ക് ആദ്യം കസറാക്കുന്നതിന്റെ ഷർത്തുകൾ ചാർട്ട് പേപ്പറിൽ എങ്ങനെ എഴുതേണ്ടത് നോക്കാം. നോക്കൂ. കസറാക്കുന്നതിന്റെ ഷർത്തുകൾ എന്നൊരു ഹെഡിങ് കൊടുക്കുക. കസറാക്കുന്നതിന് 4 ഷർത്തുകളുണ്ട്. എന്നിട്ട് നിങ്ങൾ മാർജിൻ ഇട്ടിട്ടൊക്കെ എഴുതുക. 1. കസറാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 2. പൂർത്തിയാക്കി നിസ്കരിക്കുന്നവരോട് തുടരാതിരിക്കുക. 3. ഈ നിസ്കാരം പൂർത്തിയാക്കണമെന്ന് ഇടയ്ക്ക് ഉദ്ദേശിക്കുകയോ അങ്ങനെ വേണമോ എന്ന് ശങ്കിക്കുകയോ ചെയ്യാതിരിക്കുക. 4. നിസ്കാരം തീരുന്നതുവരെ യാത്ര മുറിയാതിരിക്കുക. ഇനി നോക്കൂ. ബാ മുന്തിച്ച് ജമാക്കുന്നതിന്റെ ഷർത്തുകൾ. അപ്പൊ നിങ്ങൾ മുന്തിച്ച് ജമാക്കുന്നതിന്റെ ഷർത്തുകൾ പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. മുന്തിച്ച് ജമാക്കുന്നതിന് 5 ഷർത്തുകളുണ്ട്. 1. ഒന്നാമത്തെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ജമുഇനെ നിയ്യത്ത് ചെയ്യുക. 2. തർത്തീബായി ചെയ്യുക. 3. തുടരെ ചെയ്യുക. 4. രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്നതുവരെ യാത്രയിലായിരിക്കുക. 5. ഒന്നാമത്തെ നിസ്കാരം സഹീഹാവുക. ഒന്നാമത്തെ നിസ്കാരം ബാത്തിലാണെന്ന് ഉറപ്പായാൽ രണ്ടും മാറ്റി നിർവഹിക്കണം. അപ്പൊ നിങ്ങൾ ചാർട്ട് പേപ്പറിൽ ഭംഗിയായിട്ട് വൃത്തിയായിട്ട് മാർജിനൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതുക. തഹസീസ് അതിലെ രണ്ടാമത്തെ പ്രവർത്തനം ഞാൻ ചെയ്ത ദീർഘയാത്ര എന്ന വിഷയത്തിൽ യാത്രാക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ദീർഘയാത്രയുടെ ഒരു അനുഭവക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ പാഠവും ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് വർക്കുകളും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.